ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പത്രനീതി എന്ന പാഠഭാഗത്തെ കുറിച്ചാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പത്രനീതി എന്ന പറയുന്ന പാഠം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആരാണ് പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയത്? സുകുമാർ അഴീക്കോടാണ് അല്ലെ. അപ്പൊ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മലയാള ഭാഷയുടെ നിരൂപകനാണ്, വിമർശകനാണ്. വളരെ മനോഹരമായി പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ സാഗരഗർജനം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. പ്രഭാഷകനാണ്, ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ആള് കൂടെയാണ് സുകുമാർ അഴീക്കോട്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിന്റെ ആശയം എന്താണെന്ന് നോക്കാം. മാധ്യമങ്ങൾ, ഇപ്പൊ പത്രനീതി എന്നാണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ പോലും കുറേ വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടൊരു ലേഖനമാണ് അല്ലെ. അപ്പൊ അവിടെ പത്രം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ അതിനെ മാധ്യമങ്ങൾ തന്നെ തിരുത്തി വായിക്കണം. ഓക്കെ, അപ്പൊ എല്ലാ പത്രങ്ങൾക്ക് മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ മാധ്യമങ്ങൾക്കും എന്താണ് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ജനമനസ്സുകളിൽ മാധ്യമം സൃഷ്ടിക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സമൂഹ നന്മ തിന്മകളൊക്കെ മനസ്സിലാക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കണം അല്ലെ. അപ്പൊ സാമൂഹിക നന്മ ലക്ഷ്യമാക്കിയിട്ടായിരിക്കണം മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. തിന്മകൾക്കെതിരെ പ്രതികരിക്കുകയും തിരുത്തൽ ശക്തിയുമായിട്ട് എന്ത് ചെയ്യണം? മാധ്യമങ്ങൾ മാറേണ്ടതുണ്ട് അല്ലേ. കാരണം അത്ര വലിയൊരു ധാർമ്മികത അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്തിനുണ്ട്? നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ട് അല്ലേ. നല്ലൊരു പത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ ഭരണാധികാരികളുടെ ആവശ്യം പോലും ഇല്ല എന്നാണ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതേപോലെ പത്രങ്ങൾ തന്നെ ലോകത്തെ നയിച്ചുകൊള്ളൂ അല്ലെ. രാഷ്ട്രീയത്തിലെ നാലാമത്തെ ശക്തിയായിട്ടാണ് എന്തിനെ കാണുന്നത്? പത്രങ്ങളെ അല്ലെങ്കിൽ മാധ്യമത്തെ കാണുന്നത്. അപ്പൊ ഇന്നും പത്രങ്ങൾ പലപ്പോഴും എന്താണ് സത്യങ്ങൾ വളച്ചൊടിക്കുന്ന, പത്രങ്ങൾ മാത്രമല്ല മാധ്യമങ്ങൾ പലപ്പോഴും നമ്മൾ തമ്മിലൊക്കെ കണ്ടിട്ട് നമ്മൾ വാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ശശികളായി പോകാറില്ലേ അല്ലെ. പലപ്പോഴും പല തെറ്റായ വാർത്തകളും പ്രചരിപ്പിക്കാറില്ലേ. എന്നിട്ട് അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യും? തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ഏറ്റു പറയാറുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഇന്നും നമ്മുടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സിനിമകള്, പല കഥകള് ഒക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്നും നടക്കുന്നുണ്ട് മാധ്യമ ലോകത്ത്. ഇതൊക്കെ എന്താണ് നടക്കുന്നുണ്ട്. അപ്പൊ മാധ്യമങ്ങൾ പലപ്പോഴും അവരുടെ റേറ്റിങ്ങും അവരുടെ വളർച്ചയും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പുതിയ കാലത്തും കണക്കാക്കുന്നത്, പണ്ടത്തെ പത്രങ്ങളെ പോലെ അല്ലെ. പക്ഷെ ഇന്ന് കുറെ കൂടെ ആളുകൾക്ക് അത് വിമർശിക്കാനുള്ള അവസരമുണ്ട്. പണ്ട് പത്രത്തിലൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ തെറ്റായ വാർത്തയാണെങ്കിൽ നമുക്ക് പ്രതികരിക്കണമെങ്കിൽ അതേ പത്രാധിപർക്ക് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കത്തയക്കണമായിരുന്നു. അല്ലയോ പ്രിയപ്പെട്ട പത്രാധിപരെ അല്ലെ, നിങ്ങൾ എന്താണ് എഴുതി വിട്ടെന്ന് അയാൾക്ക് തന്നെ കത്തയക്കണമായിരുന്നു. പക്ഷെ ഇന്ന് കുറെ കൂടെ എന്താണ് നമുക്ക് അത് പ്രതികരിക്കാനുള്ള അവസരങ്ങൾ കൂടുതലാണ് അല്ലെ. പക്ഷേ സത്യസന്ധമായി പത്രധർമ്മം നിർവഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ലേഖകൻ സുകുമാർ അഴീക്കോട് എന്താണ് സത്യം അറിയാൻ വേണ്ടി പല 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 പത്രങ്ങൾ എന്ത് ചെയ്യുന്നു? വായിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ അറിയിക്കാൻ ബാധ്യതയുള്ള മാധ്യമമാണ് അല്ലെ, ബാധ്യതയുള്ളതാണ് മാധ്യമങ്ങൾക്ക്. പത്രത്തിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ നിലപാടുകൾ എന്താണ്? ജനാധിപത്യ സംവിധാനത്തിൽ വളരെയധികം സ്ഥാനമുള്ള ഒന്നാണ്. മാധ്യമങ്ങളുടെ ജനസ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ പ്രശ്നത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള മാധ്യമ ഇടപെടലുകൾ എന്താണ് പുതിയ കാലത്ത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ പത്രം ചില പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ, ചിലരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. പ്രശ്നങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ധാർമ്മികത എന്താണ്? പത്രങ്ങൾക്ക് ധാർമ്മികത നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നു അല്ലെ. ഒരു സംഭവം തന്നെ പല പത്രങ്ങളിൽ പല രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ പത്രങ്ങൾ എന്തായിരിക്കണമെന്നും പത്രങ്ങൾക്കുണ്ടായിരിക്കുന്നുണ്ട് നീതി, ധർമ്മം, ബോധം അല്ലെ, എന്തായിരിക്കണം ഒരു പത്രം എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ സുകുമാർ അഴീക്കോട് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ കുറച്ച് ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു പാഠഭാഗം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. ഇതേ പാഠഭാഗം ടീച്ചർ ഒരു ലൈവായിട്ട് അല്ലെ, പത്രനീതി എന്ന് പറയുന്ന A to Z കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ നമ്മുടെ ഇതേ ചാനലിൽ ലൈവിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയിട്ട് പാഠഭാഗം വേണം എന്നുള്ള ആളുകൾ എന്ത് ചെയ്യുക? ആ ലൈവ് കൂടെ ഒന്ന് കാണുക കേട്ടോ. അതിൽ നമ്മുടെ ഏതൊക്കെയാണ്? ആദ്യത്തെ പാഠത്തായിരുന്നു യുദ്ധത്തിന്റെ പരിണാമവും, അതേപോലെ ഈ ഒരു പാഠഭാഗം അല്ലെ നമ്മുടെ പത്രനീതിയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാവില കഞ്ഞിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈവ് ചെയ്തിട്ടുണ്ട്. അത് മക്കൾ കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഭയനെട്ടിനേക്കാൾ ഞാൻ ഭയക്കുന്നത് പത്രത്തെയാണ് എന്ന് പറഞ്ഞത് ആരാന്നറിയാമോ നിങ്ങൾക്ക്? നെപ്പോളിയൻ ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഭയനെട്ട് എന്ന് പറയുന്ന ആയുധം. ഇതൊരു കത്തി പോലെയാണ്, കണ്ടാൽ തോക്ക് പോലെയൊക്കെ ആണെങ്കിൽ കത്തി പോലെയാണ്. ഭയങ്കര മൂർച്ചയുള്ള ആയുധമാണ്, ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവ യുദ്ധങ്ങളിൽ പേര് കേട്ട ആളാണ് നെപ്പോളിയൻ അല്ലെ. അപ്പൊ അദ്ദേഹം അല്ലെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പോലും പറയുന്നു എന്ത്? എനിക്ക് ഭയനെട്ടിനേക്കാൾ ഭയം എന്തിനെയാണ്? പത്രത്തെയാണെന്ന്. പത്രമില്ലാത്ത ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ഈ വാക്കുകളുടെ പൊരുളാണ്. അപ്പൊ ഇത്
യഥാർത്ഥത്തിൽ എന്തായിരിക്കണം ഒരു പത്രം എന്ന് പറയുകയാണ്, അല്ലാതെ ഇത് പത്രത്തെ സ്തുതിക്കുകയല്ല ചെയ്യുന്നത്. ഒരു പത്രം എന്തായിരിക്കണം എന്ന് പറയുന്ന ഒരു താക്കീതാണ് ഇവിടെ കൊടുക്കണം അല്ലെ. അപ്പൊ ഭരണത്തിന് തുല്യമാണ് പത്രം എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അപ്പൊ ഈ വാക്കുകൾ അരാജകത്വത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, സമൂഹത്തെ രക്ഷിക്കേണ്ടതിന്റെ ധാർമ്മികത ഉത്തരവാദിത്വം ആർക്കാണ്? പത്രത്തിൽ നിന്നാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് പത്രം മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പത്രം വേറെന്തോ ആയി തീരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. ഈ പ്രസ്താവന വിമർശനാത്മകമായി വിലയിരുത്തുക. അപ്പൊ അത് അത്രയും കഴിഞ്ഞ കാലഘട്ടത്തെയാണ്. ഇന്ന് നമുക്ക് അതിനുള്ള അവസരമുണ്ട്. അപ്പൊ പത്രങ്ങളുടെ പ്രസക്തി ആ കാലത്തുണ്ടായിരുന്ന പ്രസക്തിയാണ്. ജനാധിപത്യ ഭരണത്തിൽ പത്രങ്ങളുടെ സ്വാധീനമാണ്. പിന്നെ പുതിയ കാലത്ത് നവമാധ്യമങ്ങളുടെ സ്വാധീനമൊക്കെ വന്നു അല്ലെ. വാർത്താവിനിമയ രംഗത്ത് എന്താണ് പുതിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ പുതിയ കാലത്ത് വന്നു തുടങ്ങിയത് നമുക്ക് കാണാം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്ന് ഹെൻറിക് ഇബ്സൺ എന്ത് ചെയ്യുന്നു, പറയുന്നുണ്ട്. നോർവീജിയൻ നാടകകാരനാണ് ഹെൻറിക് ഇബ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, പല പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അത് മൃഗങ്ങളുടെ മേലെയാണ് പരീക്ഷിക്കാറുള്ളത് അല്ലെ. അതിനി രാഷ്ട്രീയക്കാരുടെ മേലെയും പത്രക്കാരുടെ മേലെയും, കാരണം മൃഗങ്ങളെക്കാൾ തൊലിക്കട്ടി ആർക്കാണ്? ഇവർക്കാണ്. വെറുതെ പാവപ്പെട്ട മൃഗങ്ങളെ കൊല്ലണ്ടല്ലോ, ഒരു ഉപകാരം ഇല്ലാത്ത അല്ലെ, സമൂഹത്തിന് വിപത്തായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെയും പത്രപ്രവർത്തകരുടെ മേലെ അത് ചെയ്യട്ടെ എന്നാണ് ഇബ്സൺ പറഞ്ഞിട്ടുള്ളത്. അത്രയും എന്താണ്, പത്രക്കാരനേക്കാൾ അല്ലെ മനഃശക്തി അല്ലെ, അത്രയും മനക്കട്ടിയുള്ളവരാണ് പ്രലോഭനങ്ങൾക്കും ബാഹ്യസമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ട് അല്ലെ നിർഭയമായിട്ട് വാർത്ത കൊടുക്കാൻ മടിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ സമൂഹത്തിന് വിപത്തായിട്ടുള്ള ആളുകളിലാണ് ഇത്തരം ശസ്ത്രക്രിയയൊക്കെ ചെയ്യേണ്ടത് എന്നാണ് പാഠഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇതേപോലെ ഒരുപാട് ആളുകളുടെ അഭിപ്രായം പത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അതേപോലെ ലേഖകൻ പറയുന്നു, ധൂമപാനം പോലെ അല്ലെ, സിഗരറ്റ് വലിക്കുന്നത് ദോഷമാണെന്ന് അറിയാമെങ്കിലും അല്ലാതെ ശീലമായതിന്റെ ഭാഗമായിട്ട് അത് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എഴുത്തുകാരൻ പറയുന്നു, ധൂമപാനം പോലെ ശീലമായതുകൊണ്ടാണ് പത്രം നിർത്താനാവാത്തത് അല്ലെ, വായിച്ചു പോകുന്ന ശീലത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. ശരി എന്താണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പല പത്രങ്ങൾ വായിക്കുകയാണ്. നമുക്കറിയാം പല രാഷ്ട്രീയ കക്ഷികളെയും ഒക്കെ എന്താണ് പിന്തുണയ്ക്കുന്ന പത്രങ്ങളുണ്ട്. അപ്പോൾ അത്തരം പത്രങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും എന്താണ്, അതിന്റെ നന്മ മാത്രമേ കാണുള്ളൂ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം വായിക്കണമെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കക്ഷിയെ സ്വാധീനിക്കുന്ന പത്രങ്ങൾ നമ്മൾ വായിക്കണം. അപ്പൊ ഇങ്ങനെ പല പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ശരിയായ സത്യം കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, ലേഖകൻ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ധാർമ്മിക ബോധത്തെ, നീതിബോധത്തെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ അല്ലെ, ഒരു മാർക്ക് പോലും മിസ് ചെയ്യാതെ പഠിക്കണമെങ്കിൽ ടീച്ചർ പറഞ്ഞ പോലെ ആ ലൈവുകൾ കാണുക. അതേപോലെ എന്താണ്, ഇനി ഏതെങ്കിലും പാഠഭാഗം നിങ്ങൾക്ക് എന്താണ് അല്ലെ എന്ന് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാമർ ഭാഗമോ എന്തോ ആയിക്കോട്ടെ, മക്കൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ വേണം. അപ്പോൾ ടീച്ചർ അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് അടുത്ത വീഡിയോകളിൽ എന്ത് ചെയ്യാം, അത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ടിരിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.